ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്നലെ നെട്ടോട്ടത്തിന്റെ ദിനമായിരുന്നു. ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ആക്രമണം നടത്തിയതിനു ശേഷം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇറാൻ ആദ്യമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റിൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം ആയിട്ടായിരുന്നു ഇത്. അതിനുശേഷം ഇന്നലെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ സർക്കാർ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായി പ്രത്യേക ആപ്പുകൾ തന്നെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഇന്നലെ പലവട്ടം മൊബൈൽ ആപ്പിൽ ഇത്തരം സന്ദേശങ്ങളുമായി റെഡ് സിഗ്നൽ ഫ്ലാഷ് ചെയ്തിരുന്നു. തുടർന്ന് 1.5 മിനിറ്റിനുള്ളിൽ ബങ്കറുകൾക്ക് ഉള്ളിലേക്ക് ജനങ്ങൾ നെട്ടോട്ടമോടി. അതിനിടയിലാണ് ഇസ്രായേലിലെ സമയം വൈകുന്നേരം 5 മണിയോടെ ഒരു തോക്കുധാരി ജെറുസലേമിലെ ബൗലേവാർഡിൽ ജനങ്ങൾക്ക് നേരെ വെടിവയ്പ് തുടങ്ങിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ കൂടി പ്രചരിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി. അന്തർദേശീയ മാധ്യമമായ ഡെയിലി മെയിൽ ഇത്തരത്തിൽ നിരവധി പേരുടെ അനുഭവങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്.